dear students, welcome back to National Academy. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ NIOS +2 ബയോളജിയിലെ 10th ചാപ്റ്റർ ആണ്. ദാറ്റ് ഈസ് ദ നൈട്രജൻ മെറ്റബോളിസം. നൈട്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റിയിൽ കാണപ്പെടുന്ന ഒരു എലമെന്റ് ആണ് നൈട്രജൻ എന്ന് പറയുന്നത്, അല്ലേ? ഏതൊരു ലിവിങ് ബീയിങ്സിനും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ന്യൂട്രിയന്റ് അല്ലെങ്കിൽ ഒരു എലമെന്റ് ആണ് എന്ത് നൈട്രജൻ എന്ന് പറയുന്നത്. നൈട്രജൻ മെയിൻലി നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ഡൈ നൈട്രജന്റെ ഫോമിലായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നൈട്രജൻ ഗ്യാസസിന്റെ ഫോമിലായിരിക്കും. ഈ നൈട്രജന് നമ്മൾ നമ്മുടെ അതായത് നൈട്രജൻ ഫ്രീ ആയിട്ടല്ല, നൈട്രജൻ പല കോമ്പൗണ്ടുകളായിട്ട് കൺവേർട്ട് ചെയ്യാറുണ്ട്, അല്ലേ? നമ്മുടെ ന്യൂക്ലിയിക് ആസിഡ്സ് ആയിട്ട് അല്ലെങ്കിൽ അമിനോ ആസിഡ്സ് ആയിട്ടൊക്കെ നൈട്രജൻ എന്ത് ചെയ്യുന്നുണ്ട്, കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പല കൺവേർട്ടഡ് ഫോമിലും നൈട്രജൻ എന്താണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. മെയിൻലി ഓവറോൾ ഒരു 74% ഓഫ് അറ്റ്മോസ്ഫിയറിലും ഏത് എലമെന്റ് ആണ് അടങ്ങിയിട്ടുള്ളത്? നൈട്രജൻ ആണ്. സോ നൈട്രജൻ ഈസ് ദ എസെൻഷ്യൽ എലമെന്റ് ഫോർ us. നമ്മൾ പറഞ്ഞു നൈട്രജൻ എന്ന് പറയുന്നത് ഒരിക്കലും നൈട്രജൻ എന്ന ഫോമിലല്ല. ഒന്നെങ്കിൽ ഡൈനൈട്രജൻ ആയിരിക്കാം, അല്ലെങ്കിൽ നൈട്രജന്റെ ഏതെങ്കിലും ഓക്സൈഡ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നൈട്രജൻ അടങ്ങിയിട്ടുള്ള ഏതെങ്കിലും അമോണിയ, അമിനോ ആസിഡ് പോലെയുള്ള ഏതെങ്കിലും കോമ്പൗണ്ടിന്റെ ഫോമിലായിരിക്കാം. അപ്പൊ നൈട്രജൻ ഒരിക്കലും ക്രിയേറ്റ് ചെയ്യുന്നില്ല, ഡെസ്ട്രോയ് ചെയ്യുന്നില്ല, പല ഫോമിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? ആ ഒരു റൊട്ടേഷൻ അല്ലെങ്കിൽ നൈട്രജന്റെ ആ ഒരു പാത്തിനെയാണ് നമ്മൾ നൈട്രജൻ സൈക്കിൾ എന്ന് പറയുന്നത്. നൈട്രജൻ സൈക്കിളിൽ ഇപ്പൊ പറയുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ നൈട്രജൻ സൈക്കിള്. നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജന് എന്ത് ചെയ്യും? നമ്മുടെ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയാസ് എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും. നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയാസ് അബ്സോർബ് ചെയ്ത് അത് പ്ലാന്റ്സിലെത്തും, ആനിമൽസിലെത്തും. ആനിമൽസിൽ നിന്ന് അതെന്ത് ചെയ്യും? അത് അവർ ഡെഡ് ആവുന്ന സമയത്ത് ആ ഡെഡ് ഓർഗാനിക് മെറ്റീരിയൽ നമ്മുടെ യൂറിയ, എക്സ്ക്രീറ്റ പോലുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഡെഡ് ഓർഗാനിക് മെറ്റീരിയൽസിലൂടെ നമ്മുടെ സോയിലെത്തും. സോയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് അത് എന്ത് ചെയ്യും? ബാക്ടീരിയാസ് ഡിഗ്രേഡ് ചെയ്യും. ബാക്ടീരിയ ഡിഗ്രേഡ് ചെയ്ത് അമോണിയ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അമോണിയ ആയിട്ട് കൺവേർട്ട് ചെയ്ത് അമോണിയ ദെൻ നൈട്രേറ്റ് ആയിട്ട് മാറും. നൈട്രേറ്റ് വീണ്ടും ഡീനൈട്രിഫൈഡ് ബാക്ടീരിയാസ് അബ്സോർബ് ചെയ്യും, തിരിച്ച് വീണ്ടും അറ്റ്മോസ്ഫിയറിലേക്ക് എത്തും. ഈ ഒരു രീതിയിലാണ് നമ്മുടെ നൈട്രജന്റെ സൈക്കിൾ നടക്കുന്നത്. ഓക്കെ, ഇപ്പൊ നൈട്രജൻ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിലെ നൈട്രജൻ പല രീതിയിൽ നമ്മളിലേക്ക് എത്തുകയും നമ്മളിൽ നിന്ന് നമ്മുടെ യൂറിയ, എക്സ്ക്രീറ്റ പോലുള്ള മെറ്റീരിയൽസിലൂടെയും അല്ലെങ്കിൽ ഡെഡ് ഓർഗാനിക് മാറ്റേഴ്സിലൂടെയും സോയിൽ തന്നെ തിരിച്ചെത്തുകയും സോയിലിൽ നിന്ന് അവിടെ ബാക്ടീരിയാസ് തന്നെ ഡിഗ്രേഡ് ചെയ്ത് അമോണിയ ആയിട്ട് കൺവേർട്ട് ചെയ്ത് ദെൻ നൈട്രേറ്റ് ആക്കി മാറ്റി വീണ്ടും ഡീനൈട്രിഫൈങ് ബാക്ടീരിയ അതിനെ നൈട്രജൻ ആയിട്ട് തന്നെ കൺവേർട്ട് ചെയ്ത് അറ്റ്മോസ്ഫിയറിലേക്ക് പാസ് ചെയ്യും. ഈ ഒരു രീതിയിലാണ് നമ്മുടെ നൈട്രജൻ സൈക്കിൾ ഫോളോ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ദ നൈട്രജൻ ഫിക്സേഷൻ. എന്താണ് നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു നൈട്രജൻ വേറൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ടെന്ന്, അല്ലേ? അതായത് നൈട്രജനെ നമ്മൾ പല ഫോമുകളായിട്ട് അമോണിയ, അമിനോ ആസിഡ് പോലെയുള്ള പല ഫോമുകളായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്നത്. നൈട്രജൻ ഫിക്സേഷൻ മെയിൻലി രണ്ട് ടൈപ്പാണുള്ളത്. ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ ഉണ്ട്, അബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ ഉണ്ട്. മാത്രമല്ല ഈ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്നത് ഒരു റിഡക്റ്റീവ് പ്രോസസ്സാണ്. കാരണം അവിടെ നമ്മൾ അതായത് റെഡ്യൂസിങ് ഏജൻസ് ഒന്നും അവൈലബിൾ അല്ല, അല്ലെങ്കിൽ ഓക്സിജൻ അവിടെ പ്രസന്റ് ആണെങ്കിൽ ആ നൈട്രജൻ ഫിക്സേഷൻ എന്ന പ്രോസസ്സ് സ്റ്റോപ്പ് ആവും. ദെർഫോർ അതൊരു റിഡക്റ്റീവ് പ്രോസസ്സാണ്. ഓക്കെ, ഈ നൈട്രജൻ ഫിക്സേഷൻ ഞാൻ പറഞ്ഞു രണ്ട് ടൈപ്പ് ഉണ്ട്. ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ ഉണ്ട്, അബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ ഉണ്ട്. ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നൈട്രജൻ ഫിക്സേഷൻ നടക്കുന്നത് വിത്തൗട്ട് ഇൻവോൾവിങ് ഇൻ എ ലിവിങ് സെൽ. ഒരു ലിവിങ് സെല്ലിന്റെ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ അല്ലെങ്കിൽ ലിവിങ് സെല്ലിന്റെ ആബ്സെൻസിലായിരിക്കും അവിടെ നൈട്രജൻ ഫിക്സേഷൻ നടക്കുന്നത്. ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷനെ വീണ്ടും രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ദ ഇൻഡസ്ട്രിയൽ നൈട്രജൻ ഫിക്സേഷൻ ആൻഡ് നാച്ചുറൽ നൈട്രജൻ ഫിക്സേഷൻ. ഏതൊക്കെയാണ്? ഇൻഡസ്ട്രിയൽ ആൻഡ് നാച്ചുറൽ നൈട്രജൻ ഫിക്സേഷൻ ആണ് അബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷനിൽ വരുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ദ ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ. ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബയോളജിക്കലിന്റെ സെയിം കെമിക്കൽ പ്രോസസ്സുകൾ തന്നെയാണ് അവിടെ ക്യാരി ഔട്ട് ചെയ്യുന്നത്. പക്ഷേ അതൊക്കെ ക്യാരി ഔട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അതൊക്കെ നടക്കുന്നത് ഒരു ലിവിങ് സെൽസിന്റെ പ്രസൻസിലായിരിക്കും. അങ്ങനെയുള്ള നൈട്രജൻ ഫിക്സേഷനെയാണ് നമ്മൾ ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മെയിൻലി ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷനിൽ നൈട്രജൻ അമോണിയ അല്ലെങ്കിൽ അമിനോ ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അവിടെ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് എൻസൈംസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരുപാട് എൻസൈംസിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഒരുപാട് എൻസൈംസിന്റെ പ്രസൻസിലായിരിക്കും ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ നടക്കുന്നത്. നമ്മൾ പറഞ്ഞു നമ്മുടെ നൈട്രജൻ എന്ന് പറയുന്നത് ഒരിക്കലും നൈട്രജൻ ഫോമിലല്ല എക്സിബിറ്റ് ചെയ്യുന്നത്, അത് അമിനോ ആസിഡ്സ്, അമോണിയ പോലെയുള്ള കോമ്പൗണ്ടുകളായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ അമിനോ ആസിഡ്സ് ആയിട്ട് മേജർ ആയിട്ട് നൈട്രജനെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് അമിനോ ആസിഡ്സ് ആയിട്ടാണ്. ഓക്കെ, അത് അച്ചീവ് ചെയ്യുന്നത് ഒന്നെങ്കിൽ നൈട്രജൻ പ്ലാന്റ്സിന്റെ കേസിൽ ഈ അമിനോ ആസിഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നൈട്രജൻ ഫിക്സേഷനിലൂടെ ആയിരിക്കും. സെക്കൻഡ് വൺ ബൈ ദ റിഡക്ഷൻ ഓഫ് നൈട്രേറ്റ് ടു നൈട്രൈറ്റ്. നൈട്രേറ്റിനെ റെഡ്യൂസ് ചെയ്ത് നൈട്രൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിലൂടെ ആയിരിക്കും പ്ലാന്റ്സിൽ മെയിൻലി നൈട്രജനെ നമ്മൾ അമിനോ ആസിഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം ഈ അമിനോ ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോട്ടീൻസിന്റെ അതുപോലെ തന്നെ നമ്മുടെ
ന്യൂട്രിയൻസിൻ്റെ എൻസൈംസിൻ്റെ ഒക്കെ ബിൽഡിംഗ് ബ്ലോക്കാണ് അമിനോ ആസിഡ് എന്ന് പറയുന്നത്. ദർഫോർ അമിനോ ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ്സിൻ്റെ കേസിലായാലും ആനിമൽസിൻ്റെ കേസിലായാലും ഒരു എസെൻഷ്യൽ ന്യൂട്രിയൻ്റ് ആണ് അമിനോ ആസിഡ് എന്ന് പറയുന്നത്. ഇനി ഈ അമിനോ ആസിഡ് നമ്മുടെ പ്ലാന്റ്സിന്റെ കേസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് റിഡക്റ്റീവ് അമിനേഷൻ ഓഫ് കീറ്റോ ആസിഡ്, അതായത് റിഡക്റ്റീവ് അമിനേഷൻ ഓഫ് കീറ്റോ ആസിഡ് വഴിയും ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഓൾസോ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ട്രാൻസ് അമിനേഷൻ റിയാക്ഷൻ. ഇപ്പോൾ പ്ലാന്റ്സിൽ അമിനോ ആസിഡ് 2 മെത്തേഡ് അല്ലെങ്കിൽ 2 മോഡലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് ദ റിഡക്റ്റീവ് അമിനേഷൻ ഓഫ് കീറ്റോ ആസിഡ്, കീറ്റോ ആസിഡ്സിന്റെ റിഡക്റ്റീവ് അമിനേഷൻ വഴി. ആൻഡ് സെക്കൻഡ് വൺ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ട്രാൻസ് അമിനേഷൻ റിയാക്ഷൻ. ഏതാണ് ട്രാൻസ് അമിനേഷൻ റിയാക്ഷൻ? ഇതിലെ ഫസ്റ്റ് മെത്തേഡ് ആയിട്ടുള്ള റിഡക്റ്റീവ് അമിനേഷൻ റിയാക്ഷനെ ഇത് കാറ്റലൈസ് ചെയ്യുന്നത് ഡീഹൈഡ്രോജിനേസ് എന്ന് പറയുന്ന ഒരു എൻസൈമിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. ഏതാണ്? ഡീഹൈഡ്രോജിനേസ് എന്ന് പറയുന്ന ഒരു എൻസൈമിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. എന്നാൽ നമ്മുടെ ട്രാൻസ് അമിനേഷൻ റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്നത് ട്രാൻസ് അമിനേസ് എന്ന് പറയുന്ന ഒരു എൻസൈമാണ്. ഓക്കെ, ഈ 2 എൻസൈമിന്റെ പേരും നോട്ട് ചെയ്ത് വെക്കുക. ഏതൊക്കെയാണ്? ഡീഹൈഡ്രോജിനേസും ട്രാൻസ് അമിനേസും. ഈ 2 എൻസൈമിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നമ്മുടെ പ്ലാന്റ്സിന്റെ കേസിൽ നൈട്രജന് അമിനോ ആസിഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള മെയിൻ ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ നിന്ന് നമുക്ക് NIOS എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം അല്ലേ? ഓരോന്ന് തന്നിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻസൈം ഏതൊക്കെയാണെന്നുള്ളത് പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ തന്നിട്ട് നമുക്ക് മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. നൈട്രജൻ കണ്ടന്റ് ഓഫ് ബയോസ്ഫിയർ റിമെയിൻ കോൺസ്റ്റന്റ് ബിക്കോസ് ഓഫ്. എന്തുകൊണ്ടാണ് നൈട്രജൻ കണ്ടന്റ് നമ്മുടെ ബയോസ്ഫിയറിൽ കോൺസ്റ്റന്റ് ആയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അല്ലെ? അതിന് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നൈട്രജൻ സൈക്കിൾ, നൈട്രജൻ ഫിക്സേഷൻ, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ, അബ്സോർപ്ഷൻ ഓഫ് നൈട്രജൻ. ഈ ഓപ്ഷൻസിൽ ഏതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ? നൈട്രജൻ ഫിക്സേഷൻ ആണ് അല്ലെ? നൈട്രജൻ ഫിക്സേഷൻ എന്ന പ്രോസസ്സ് കൊണ്ടാണ് നമ്മുടെ നൈട്രജൻ പല ഫോമിലേക്ക് എന്ത് ചെയ്യുന്നത്? കൺവേർട്ട് ചെയ്ത് നമ്മുടെ ബയോസ്ഫിയറിൽ അതിൻ്റെ ആ ഒരു എമൗണ്ട് കോൺസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. കറക്റ്റ് ഓപ്ഷൻ ഏതാന്ന് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. നൈട്രജൻ ഫിക്സേഷൻ ഈസ് ദ കൺവേർഷൻ ഓഫ്. നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ നൈട്രേറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക, അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ അമോണിയ ആയിട്ട് കൺവേർട്ട് ചെയ്യുക, അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ അമിനോ ആസിഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക, ബോത്ത് എ ആൻഡ് ബി. കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ബോത്ത് എ ആൻഡ് ബി ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്, ഇതൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇത്രയാണ് നമ്മുടെ നൈട്രജൻ മെറ്റബോളിസത്തിൽ നമുക്ക് പഠിക്കാനുള്ള മെയിൻ ടോപ്പിക്സ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ അതുപോലെ തന്നെ നല്ല രീതിയിൽ സ്ക്രീനൊക്കെ ഷെയർ ചെയ്ത് വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങളുടെ നാഷണൽ അക്കാഡമിയിൽ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ദർഫോർ ഉടൻ തന്നെ നാഷണൽ അക്കാഡമിയിൽ കോൺടാക്ട് ചെയ്യുക. NIOSൽ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.